കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു. മഴയത്ത് തേനീച്ചക്കൂടുകളിലൊക്കെ വെള്ളം കയറിയോണ്ടായിരിക്കാം ഒരു തേനീച്ചക്കൂട് ഒരു ചെറിയ ചെടിക്കപ്പയുടെ അടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നമ്മളൊരു മൊഹാവരണിയൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മുടെ കൂട്ടിൽ നിന്ന് വേറെ കൂട്ടിൽ നിന്ന് നല്ലൊരു അടയെ എല്ലാം മുട്ടയും പുഴുവുള്ള അടയെ ഇതിനോട് ചേർത്ത് വെക്കണം. അടിയിൽ നിന്ന് ചേർത്ത് നമ്മൾ ഇതിലേക്ക് കയറ്റണം തേനീച്ചകളെ. അടിയിൽ നിന്ന് നമ്മൾ കണ്ടോ അടിയിൽ ഏറ്റവും അടിയിൽ നിന്ന് നല്ലൊരു കൂടാണ് കണ്ടോ. അടിയിൽ നിന്ന് നമ്മളങ്ങോട്ട് ചേർത്ത് വെച്ച ശേഷം അതിനെ അങ്ങോട്ട് കയറ്റുകയാണ് ഈച്ചകളെ നമ്മുടെ പുതിയ അടയിലേക്ക്. പെട്ടെന്ന് ഇരിക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കണ്ടോ. അടി ചേർത്ത് പിടിപ്പിച്ച് അതിലേക്ക് കയറ്റുന്നു. എന്നിട്ട് നമ്മൾ കണ്ടോ പരമാവധി ഈച്ചകളെ കയറ്റുന്നു. എന്നിട്ട് ആ അടയെ നമ്മൾ ഇപ്പുറത്തൂടെ ഉള്ള ബാക്കി അടയെ കൂടെ ബാക്കി അടയൊന്നും ഇല്ല, ബാക്കി ഈച്ചകൾ താഴ്ത്തുനിന്ന് താഴ്ത്തിയ ശേഷം നമ്മൾ മുകളിലോട്ട് കയറ്റി വിടുകയാണ്. നമ്മുടെ അടയിലേക്ക് കയറ്റുകയാണ് കണ്ടോ. അതിന് ശേഷം നമ്മൾ ഏകദേശം കയറുമ്പോൾ നമ്മുടെ പെട്ടിയിലേക്ക് ഇതിനെ വെക്കുകയാണ്. നമ്മുടെ മുകളിലോട്ടും വെക്കുന്നുണ്ട് ഈച്ച കയറാൻ വേണ്ടി. നമ്മുടെ പെട്ടിയിലേക്ക് വെച്ച ശേഷം നമ്മൾ റാണിയെ കാണാനൊന്നും നോക്കുന്നില്ല. കുറേ ഈച്ചകളെ വാരി നമ്മുടെ പെട്ടിയുടെ അടുത്തേക്ക് അതിൻ്റെ വാതിലുണ്ട് എൻട്രൻസിലേക്ക് നമ്മൾ ഈച്ചകളെ വാരി അങ്ങ് വെക്കും. കുറേ വാരി വെച്ച ശേഷം എന്നിട്ട് ഈച്ചകളുണ്ട്. ചെറിയൊരു ഇതുണ്ട്, കപ്പത്തണ്ടാണ്, ഈ ചെടിക്കപ്പയാണ്. നടുക്കോട്ട് വെച്ചു. എന്നിട്ട് ആ പെട്ടി നമ്മളിതിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ്. ഈ കമ്പിൻ്റെ മുകളിലോട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. ആ ചെടിയുടെ മുകളിലോട്ട് നമ്മൾ വെക്കുന്നു. അപ്പോൾ എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുകയാണ്. ഈച്ചകൾ മുകളിലോട്ട് കയറിക്കോളും. മൊത്തം അതിലേക്ക് കയറും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മരം ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. ഈച്ചകൾ നമ്മുടെ കൂട്ടിലേക്ക് വരും. ഉണ്ടോ, കുറേ ഈച്ചകളെ നമ്മൾ വാരിയെടുത്ത് നമ്മുടെ കൂട്ടിലേക്ക് ഇടുകയാണ്. ചെറിയ തുണിയൊക്കെ വെച്ച ശേഷം കൂട്ടിൻ്റെ വാതിൽക്കിലേക്ക് ഇടുകയാണ്. അത് കയറിപ്പോകുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് റാണി ഉണ്ടെന്നാണ് അർത്ഥം. ഉണ്ടോ, കുറേ ഈച്ചകൾ കൂടെ ഉണ്ട്. നല്ലൊരു സെറ്റാണ്. മഴയത്ത് അവർ വളരെ അവശരായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവരെ നമ്മൾ കൂട്ടിലാക്കുകയാണ് കണ്ടോ. കൂട്ടിലേക്ക് കയറുന്നുണ്ട് അവർ. അപ്പോൾ അവരെ നമ്മൾ കൂട്ടിലേക്ക് കയറിയ ശേഷം നമ്മൾ അതിൻ്റെ പെട്ടി അടിപ്പലക മാറ്റിയ ശേഷം ഈ ചെടിയുടെ മുകളിലേക്ക് നമ്മൾ വെക്കും. ആ ഈച്ചകളെല്ലാം അതിലേക്ക് കയറും. സിമ്പിളാണ്. അങ്ങോട്ട് നമ്മൾ പെട്ടിയോടെ എടുത്ത് മുകളിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മുകളിലോട്ട് ഞാൻ കുറച്ചുകൂടി വാരിയാണ്, നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് വാരിയെടുക്കുകയാണ്. പരമാവധി ഈച്ചകളെ റാണി കയറട്ടതുകൊണ്ട് കണ്ടോ, കുത്താതിരിക്കാൻ വേണ്ടിയാണ്. കയ്യിലൊരു കയ്യറയുണ്ടെങ്കിൽ നല്ലതാണ്. കയ്യറയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പ്ലാസ്റ്റിക് കൂട് അത് നമുക്ക് കിട്ടി. അതിലേക്ക് നമ്മൾ കയറ്റി വിടുകയാണേ കണ്ടോ. കയറ്റി വിടുന്ന കണ്ടോ. നമ്മളെല്ലാം കയറിയ ശേഷം നമ്മൾ അതിനെ കണ്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കൂടോടെ വെക്കും. ഈച്ചകളെല്ലാം ഉണ്ടോ ഒന്ന് കുടഞ്ഞായിരുന്നു, ഷെയ്ക്ക് ചെയ്തായിരുന്നു ഈ കപ്പത്തണ്ടിന്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കും. ഈച്ചകളെല്ലാം നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അടിപ്പലയൂടെ മാറ്റണം. അടിത്തട്ട് മാറ്റി അടിപ്പടിയുടെ ഉണ്ട് അടിപ്പല മാറ്റിയ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. ഈച്ചകൾ മുകളിലോട്ട് കയറിക്കോളൂ. മൊത്തമായി കയറിയ ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് പെട്ടി കൊണ്ടുപോകുള്ളൂ. മൊത്തം ഉണ്ട് ഈച്ചകൾ പിന്നെ അവിടെ കയറുന്നുണ്ട്. അതിനർത്ഥം അവിടെ റാണി ഉണ്ടായിരിക്കുന്നതാണ് അർത്ഥം. പക്ഷെ നമ്മളതിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോൾ അത് ഈച്ചകൾ അതിലേക്ക് കയറിപ്പൊക്കോളും കണ്ടോ. ഇത് കരിഞ്ഞോടി തേനീച്ചയാണ്, നല്ലൊരു സെറ്റാണ്. അത് കയറുന്നുണ്ട്. കണ്ടല്ലോ, ഇതൊരു ആറിൻ്റെ തീരത്താണ് ഇത് നിൽക്കുന്നത്, ചെറിയ കമ്പയിൽ കണ്ടല്ലോ.
എന്താ മോനെ അപ്പോൾ തുടങ്ങി എന്താണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പെട്ടി വെക്കും കേട്ടോ. ലാസ്റ്റ് പെട്ടി വെക്കുമ്പോഴത്തേന് ഇത് ചെറിയതായിട്ട് ഊതി കൊടുത്താൽ മതി. നമ്മൾ വഴിയൊന്നും കൊടുക്കത്തില്ല. ഇത് മുകളിലോട്ട് കയറും.